സ്മൃതിക്ക് CPM-നെ പറ്റി പറയുമ്പോൾ കുറച്ച് നല്ല നിലക്ക് രക്തമോട്ടം ഉണ്ടാവും. CPM-നെ ബന്ധപ്പെടുത്താനുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുക. അതൊന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലുതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. റിപ്പോർട്ടർ ചാനലും സ്മൃതി പരുത്തിക്കാടും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് ചിത്രീകരിക്കുന്നത്. CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാനില്ലാതെ കോൺഗ്രസിനൊന്നും പറയാൻ പറ്റില്ല. ശ്രീ പി ജയരാജനിലേക്ക് പോവുകയാണ്. ശ്രീ ജയരാജൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇടതുപക്ഷത്തിനാണ് വിജയം ഉണ്ടാകാറ്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? പക്ഷേ 2 തുടർ ഭരണങ്ങൾക്ക് ശേഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിവാദ വിഷയങ്ങളുമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നടപ്പാക്കുന്നത്. രാജ്യത്ത് കോൺഗ്രസും BJP-യും അധികാര വികേന്ദ്രീകരണം ഫലവത്തായി നടപ്പാക്കുന്നതിന് എതിര് നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അവിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാതൃക കാണിച്ചിട്ടുള്ളത്. കേരളം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയാണ്. കേരളപ്പിറവിക്ക് ശേഷം 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് EMS ചെയർമാനായി രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ശുപാർശയാണ് അധികാര വികേന്ദ്രീകരണം. കോൺഗ്രസ്സുകാർ പറയുന്നത് 92-ലെ 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. പക്ഷേ അതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഞാനതിലെ പ്രഥമ കൗൺസിലിലെ അംഗമായിരുന്നു. 90-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. 91-ൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, പിരിച്ചുവിട്ടു. അന്നത്തെ ജില്ലാ കൗൺസിൽ യഥാർത്ഥത്തിൽ അതായിരുന്നു കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പാക്കാൻ തുടങ്ങിയത്. അതായത് കലക്ടർ, സെക്രട്ടറി എന്ന് മാത്രമല്ല കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും അടക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന നിലക്ക് ഈ തുടരുക. അതേസമയം ജില്ലാ പഞ്ചായത്തിൻ്റെ, ജില്ലാ കൗൺസിലിൻ്റെ കീഴിലാണ്. ഇങ്ങനെ ത്രിതലത്തിലുള്ള സംവിധാനം, സംസ്ഥാന ഗവൺമെൻറ്, ജില്ലാ കൗൺസിൽ, അതിൻ്റെ താഴെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഇതിനെ കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഇടതുപക്ഷമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇപ്പം നടപ്പിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 50% കൂടുതൽ റിസർവേഷൻ അതിവിടെ കേരളത്തിലാണല്ലോ. എന്ന് മാത്രമല്ല അധികാരവും പണവും താഴെ തലത്തിലേക്ക് വിന്യസിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഈ വിധം അധികാര വികേന്ദ്രീകരണ പ്രക്രിയ, അതായത് ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കുന്ന പ്രക്രിയ കേരളത്തിൽ നടപ്പായത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനാണ് ഫലപ്രദമായി അധികാരത്തിൽ മുന്നോട്ട് പോകാനാവുക, ജനങ്ങൾക്ക് സേവനം നൽകാനാവുക എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുമ്പും ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും LDF നല്ല വിജയം നേടും എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജയരാജൻ, പക്ഷേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ. അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഉൾപ്പെട്ടത് അത് അവരുടെ അവധാനതക്കുറവായിട്ടാണ് അങ്ങ് അതിനെ വിശദീകരിച്ചത്. അങ്ങ് അതിനെ കാണുകയും ചെയ്യുന്നത് അവധാനതക്കുറവ് എന്നാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്തുന്നതിൽ പറ്റിയ അവധാനതക്കുറവ്. പക്ഷെ അങ്ങനെയല്ല, അവർ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനാണ്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ കാര്യത്തിൽ പത്മകുമാറാണ് സൂത്രധാരൻ എന്ന അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പത്മകുമാറിന്റെ സ്വത്ത് പരിശോധിക്കുന്നു, SIT അവിടെ പരിശോധനയിൽ പല രേഖകളും കണ്ടെത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോഴും പത്മകുമാർ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് ദിവസവും. അപ്പോൾ ഇതൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്യുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊന്നും വിഷയമാകില്ല, പക്ഷേ അതിലപ്പുറം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന വികസനം മാത്രം ചർച്ച ചെയ്യും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ ജയരാജൻ? തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞ വിഷയം ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, അതിൽ യാതൊരു തർക്കവും. പക്ഷേ നിങ്ങൾ ഈ CPM-കാരായിട്ടുള്ള 2 പേരെ പറ്റി പറഞ്ഞല്ലോ. ആദ്യം അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ? സ്മൃതിക്ക് CPM-നെ പറ്റി പറയുമ്പോൾ കുറച്ച് നല്ല നിലക്ക് രക്തമോട്ടം ഉണ്ടാവും. അതേസമയം ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കെന്താ രാഷ്ട്രീയ ബന്ധം? ഇവിടെ ഒരു പോറ്റിയുണ്ടല്ലോ, ആ പോറ്റിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി ഒത്തുചേരുന്ന ഒട്ടനവധി ഫോട്ടോകൾ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ ബന്ധത്തിൻ്റെ വിഷയമല്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കണം. സംസ്ഥാന ഗവൺമെൻറ് അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പലരും കോടതിയിൽ പോയി CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതല്ല, സംസ്ഥാന പോലീസിൽ ഹൈക്കോടതി തന്നെ വിശ്വാസം അർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ SIT അന്വേഷിച്ചു വരികയാണ്. അതിനകത്ത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അതാണ് നിലപാട്. അപ്പോൾ അത് ആരായി കഴിഞ്ഞാലും തെറ്റ് ചെയ്താൽ നടപടിക്ക് വിധേയമാവണം. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക. CPM-നെ ബന്ധപ്പെടുത്താനുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുക. അതൊന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലുതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായി നടക്കും. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ കുറ്റാരോപിതരെന്ന നിലക്ക് പിടിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും, നടപടികൾ നീങ്ങും. അതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പരിപാടികളാണ്. അതാണ് ഈ കേരളത്തിൽ UDF-നെയും BJP-യെയും വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്രസക്തമായിട്ടുള്ള ചിലതിനെ വലിയ നിലക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ശ്രീജയരാജൻ, അതൊരു ആഗ്രഹ ചിന്തയല്ലേ? കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയമേ ആകില്ല എന്ന് കരുതുന്നത് എത്രത്തോളം ശരിയാണെന്നൊരു ചോദ്യമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ സർക്കാർ ഒരു അന്വേഷണം നടത്തുകയല്ല ചെയ്തത്. അല്ല, ഞാൻ പറയട്ടെ, ഹൈക്കോടതിയിലേക്ക് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിലേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിക്കുന്നത്. അല്ലാതെ സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയ അന്വേഷണമല്ല. അതിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പ്രകാരമാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. അങ്ങ് പറയുന്നത് ഒരു ഘട്ടം വരെ ശരിയാണ്. സർക്കാർ അതിൽ ഇടപെടുന്നില്ല, സർക്കാരിന് ഇടപെടാനുമാകില്ല. സർക്കാർ ഇടപെടുന്നില്ല, അത് അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നു. അതുകൊണ്ടാണല്ലോ CPM നേതാക്കൾ അതിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ പാർട്ടിയുടെ ആൾക്കാരാണ്, പാർട്ടിയുടെ നേതാക്കളാണ്, ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നുണ്ട് പത്മകുമാർ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. ശ്രീ ജയരാജൻ, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ ആയുധമാക്കുമല്ലോ. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്ക് റിപ്പോർട്ടർ ചാനലും സ്മൃതി പരുത്തിക്കാടും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് ചിത്രീകരിക്കുന്നത്. CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാനില്ലാതെ കോൺഗ്രസിനൊന്നും പറയാൻ പറ്റില്ല, BJP-ക്കൊന്നും പറയാൻ പറ്റില്ല. അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന വിഷയം ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ അതിൻ്റെ അളവിൽ കുറവ് വന്നു, പരിശോധിക്കണം. ആരാണ് കട്ടെടുത്തത് എന്ന് കണ്ടെത്തണം, ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന അഭിപ്രായത്തോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഈ കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കിയത് ഇടതുപക്ഷമാണ്. സ്മൃതിക്ക് അതിനെ നിഷേധിക്കാൻ പറ്റുമോ? രണ്ടാമത്, വികസനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും BJP-യുടെയും വലതുപക്ഷ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് വേറിട്ടൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യണം, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം. അതെന്താണ്? വികസനത്തിൻ്റെ ഹരിശ്രീ തുടങ്ങേണ്ടത് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാണ്. അവിടുന്ന് ഹരിശ്രീ തുടങ്ങണം. അക്കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പലതും ചെയ്തിട്ടുണ്ടല്ലോ. ഈ 10 വർഷത്തോളമായി കേരളത്തിൽ പിണറായി സർക്കാർ ഭരിച്ച കാലത്ത് സമൂഹത്തിലെ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അത് 2000 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിക്കുന്നു. 45 ഉറുപ്പിക 80-ൽ തുടങ്ങിയതാണ്, എന്നിട്ടാണ് 2000-ലേക്ക് എത്തിയത്. ഇത് UDF ഗവൺമെൻറ് കാലത്താണോ ഈ വർധനമൊക്കെ വരുത്തിയത്? അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണോ? ഈ ചോദ്യത്തിന് മറുപടി പറയിപ്പിക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 9 വർഷം പൂർത്തിയാക്കി 10-ലേക്ക് വർദ്ധിപ്പിച്ചു? നിങ്ങൾ 9 വർഷം പൂർത്തിയാക്കി 10 വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഭരിക്കുന്ന കാലയളവിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതാണ് സർക്കാരിന്റെ ദൗത്യം. ഇത് UDF കാലത്ത് ഒരു വർധനയും ഉണ്ടായിട്ടില്ല. ഇത് നടാടെ സംഭവിക്കുന്ന എന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതത് കാലത്തെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ഞാൻ പറയാം. അതത് കാലത്തെ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ നിന്നുള്ള വർധനയാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു ശതമാനമാണ് വർധനയുണ്ടാകുക. ആ രൂപത്തിലാണ് ഇവിടെയും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2500 ആണല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ആ 2500-ലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എത്തും. അതല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ വർധന വരിക. ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ BJP നടപ്പാക്കുന്ന
കേന്ദ്രത്തിൽ BJP നടപ്പാക്കുന്ന രീതിയും ശ്രീ പി ജയരാജൻ, അതായത് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളിതാ വികസനം കൊണ്ടുവന്നിരിക്കുന്നു, ഈ വികസനത്തെക്കുറിച്ച് മാത്രം മിണ്ടണം, മറ്റൊന്നും ശബ്ദിക്കരുത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, അത് സമാനമായ രീതിയിൽ ഇവിടെ ആവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ ജയരാജൻ? ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന BJPയെ രക്ഷപ്പെടുത്താനുള്ള വാദമാണ് യഥാർത്ഥത്തിൽ സ്മൃതി ഉന്നയിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് RSS BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണല്ലോ ജനങ്ങളാകെ, ഉദ്യോഗസ്ഥന്മാരാകെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അവസരത്തിൽ SIR ആ സമയത്ത് തന്നെ ഞങ്ങൾ കൊണ്ടുവരും, വോട്ടർ പട്ടിക പുനഃപരിശോധന ഈ സമയത്ത് തന്നെ നടപ്പാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ജനാധിപത്യത്തിൻ്റെ എല്ലാ അംശങ്ങളെയും നശിപ്പിക്കുന്ന BJPയെ രക്ഷപ്പെടുത്താനാണ് സ്മൃതിയെപ്പോലെയുള്ള ആളുകൾ ഈ വാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒന്നാണ്. രണ്ടാമത്, വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിൻ്റെതിൽ നിന്നും BJPയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ശബരിമല പറയും, മറ്റ് കാര്യങ്ങൾ പറയും. അതിനൊക്കെ ആ തരത്തിൽ ചർച്ച വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളമുള്ള കേസ് അന്വേഷിക്കട്ടെ, കുറ്റവാളികളെ കണ്ടെത്തട്ടെ. പക്ഷെ ഞാനിവിടെ ഒറ്റ കാര്യം സ്മൃതിയോട് ചോദിക്കുന്നത്, ഈ പറയുന്ന 1900 ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. ഒരു കാര്യം മാത്രം, അതിൽ മാത്രം പറയണ്ട. 1980 45 ഉറുപ്പിക കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത് തുടങ്ങിയതിന് ശേഷം UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, എത്ര വർഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്, എത്ര പൈസയാണ് വർദ്ധിപ്പിച്ചത് എന്ന് സ്മൃതി പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പ്രതിനിധിക്കും അതിന് മറുപടി പറയാൻ അവസരമുണ്ട്. ശരി, 80 മുതലുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ്. ശരി, 80 മുതലുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്യുകയെന്നാണ് അങ്ങ് പറഞ്ഞത്. ഒറ്റ കാര്യമുള്ളൂ, അങ്ങ് പറഞ്ഞല്ലോ ഈ നിയമനിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന രൂപത്തിൽ പോകുമ്പോൾ പാർട്ടി അവരോട് എടുക്കുന്ന സമീപനം, പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണല്ലോ, അതിലൊരു കൃത്യമായ വിസ്തീർണം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ കള്ളം ചെയ്തവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന് പറയുകയും ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശദീകരിക്കേണ്ടി വരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും പറയൂ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടട്ടെ, അപ്പോൾ പാർട്ടി ആവശ്യമായിട്ട് നടപടി എടുക്കുമെന്ന് പറയുന്നത്. CPM ആണ് പറയുന്നത്, കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടിയോ BJPയെ പോലുള്ള പാർട്ടിയല്ല. CPIM ഒരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കും. കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ആ അവസരത്തിൽ എന്താണ് നടപടി എന്ന് ഞങ്ങൾ ആലോചിക്കും. ഈ കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര തീവ്രതയുള്ള വിവരം കിട്ടണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ശ്രീ ജയരാജൻ. അങ്ങേതായാലും അങ്ങയുടെ പരിമിതിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അത് മതി. ഞാൻ ശ്രീ ചാണ്ടിയുമലയ്ക്ക് വരാം.